ഓക്കെ. സോ ഗൈസ്, ഞാൻ കുറേ നാൾക്ക് ശേഷം, അതായത് കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവും, ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനായിട്ട് ഇന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും ഇല്ല, പക്ഷേ എന്താ ഒരു 3-4 പേര് ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഇന്ന് ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ആയിട്ട് കണ്ടത് ഫാത്തിയുടെ കല്യാണത്തിനാണ്. അതിനുശേഷം എനിക്ക് ഓർമ്മയുണ്ട്, ഫാത്തിയുടെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ എല്ലാം കല്യാണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഓടെ ഉണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ജോലി സ്ഥലത്ത് എത്തണം. ഞാൻ അന്ന് തന്നെ തലേ ദിവസമൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ച്, പെട്ടില്ല, എൻ്റെ ട്രാവൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. കാരണം ഫാത്തിയുടെ കല്യാണം പ്രമാണിച്ച് ഞാൻ ഒരാഴ്ചത്തേക്ക് എന്തോ ആണ് വർക്ക് ഫ്രം ഹോം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അന്ന് വൈകുന്നേരം ഞാനും എറണാകുളത്തേക്ക് പോയി. അങ്ങനെ ഓരോരുത്തർ ബിസിയായി. പിന്നെ എനിക്ക് ഇപ്പോഴാണ് ഒന്ന് മര്യാദയ്ക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ ഞാനും റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. പിന്നെ മാലിനി ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് ഇപ്പോൾ നാട്ടിലുണ്ട്. പിന്നെ ഷെഹർബാൻ പഠിത്തം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചാന്ദിനി ആണെങ്കിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ അതിനു വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്കിൻ കെയർ ചെയ്യണതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ എന്താ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്, സൺസ്ക്രീൻ വേണ്ട, ഇടാൻ മടിയാവുന്നു, മഴയല്ലേ, കുഴപ്പമില്ല, നമ്മളെ ഇന്ത്യൻ സ്കിന്നിന് കുറച്ച് വെയിലൊക്കെ കൊള്ളാൻ പറ്റും. അങ്ങനെയല്ല, മഴ ആയതുകൊണ്ട് വലിയ ആവശ്യമില്ലല്ലോ. പിന്നെ എന്താ നമ്മൾ കോട്ടപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ചന്ദന വരും, ചന്ദന കാർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റോപ്പിലേക്ക് ചെന്നാൽ മതി, അവിടുന്ന് എന്നെ പിക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ഞാൻ റെഡി ആകുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ ഇൻട്രോ കാണൂ, ഇൻട്രോ കണ്ടിട്ട് വരൂ. അപ്പോഴേക്കും നമുക്ക് റെഡി ആയിട്ട് മീറ്റ് ചെയ്യാം. ഞാൻ ദേ റെഡിയായി. കുറച്ചൊരു ഫോർമൽ ലുക്ക് ഉണ്ടോ? ഞാനിപ്പോൾ എന്തിട്ടാലൊരു ഫോർമൽ ടച്ച് എവിടേക്കോ വരുന്നുണ്ട്. ഫ്ലോറൽ കൺസിഡർ ചെയ്യണ്ട, പക്ഷേ ഇന്നൊക്കെ ചെയ്തിട്ട് കപ്പല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതേ ഇറങ്ങുവാണ്. അവർ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചു, എത്തിയെന്നല്ല പോകുന്നെന്ന് പറഞ്ഞ് വിളിച്ചു. എത്തിയില്ലെന്ന് നമ്മൾ ഓക്കെ. സോ നമുക്ക് അവിടെ എത്തിക്കണം. ദാ നിൽക്കുന്നു, അവിടെ ഒളിച്ച് നിൽക്കുക. ചടാ എല്ലാവരും ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം എന്താ എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്തേക്കാണ്. എല്ലാവരും എന്ന് പറയാനില്ല, നമ്മളുടെ ഗ്യാങ് ഫുള്ള് ഇവിടെ എത്തിയിട്ടുള്ള. നമ്മളിപ്പോൾ നാട്ടിലുള്ള കുറച്ച് പേര്, ചന്ദനയുണ്ട്, മാലിനി ഉണ്ട്, ഷെഹർബാൻ ഉണ്ട്, ചാന്ദിനി ഉണ്ട്. മാലിനി ഇന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് മീറ്റ് ചെയ്യാണ്. അതെ. സോ നമ്മൾ എത്തിയിട്ട് കുറച്ച് നേരമായിട്ടോ കോട്ടപ്പുറത്ത്. ഇവിടെ നമ്മൾ കോട്ടപ്പുറത്തെ കാറ്റും മെമ്മറീസ് ആയി വർക്കിൽ അതായിരുന്നു ഇത്രയും നേരം പണി. നല്ല രസമായിരുന്നു. കുറേ നാൾക്ക് ശേഷം എല്ലാവരുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യണോണ്ട് കുറേ വിശേഷങ്ങൾ ഉണ്ടായി പറയാൻ. നല്ല രസമായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ടാവും, എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പിന്നെന്തൊക്കെയാണ് ഞങ്ങളിന്ന് ഇപ്പൊ നെക്സ്റ്റ് ഫുഡ് അടിക്കണം. എവിടെ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. സനു നമ്മുടെ ഡോക്ടറാണ്. അതെ, ഡോക്ടർ ഷെഹർബാൻ. എന്തെങ്കിലും അസുഖക്കാർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതെ, ഞങ്ങളാരും പോവില്ല, നിങ്ങൾക്ക് ആരെങ്കിലും പോവാം. ഡോക്ടർ ഷെഹർബാൻ CM. അതെ, അല്ല CB ആണ്. CM ആണോ? അപ്പോൾ ഷെഹർബാന്റെ വീട് ഇടവേളയിലാണ്. എന്തെങ്കിലും അസുഖപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെഹർബാനെ കൺസൾട്ട് ചെയ്താൽ മതി. എല്ലാ വിവരങ്ങളും വീടിന്റെ മുമ്പിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ ഡോക്ടറാണ്, നമ്മുടെ നാട്ടിലെ പുതിയ ഡോക്ടറാണ്. ഭാവിയിലെ സർജനാണ്. പ്രിപ്പറേഷനിലാണ്. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഓസ്ലർ മൂവി കണ്ടിട്ട് ആള് ഇൻസ്പയർ ആയതാണ് സർജൻ ആവാൻ.
ആ പിന്നെ നമ്മളെല്ലാരും സിംഗിൾസ് ആണ്. അതെ ഞങ്ങൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഒക്കെ തന്നെ ഉണ്ട് സിംഗിൾ പസക്ക്. അതിലൊരാൾ കമ്മിറ്റഡ് ആയി അയാൾ ഔട്ടാക്കണം. ഓളാർ ഇൻവൈറ്റഡ്, ആർക്ക് വേണമെങ്കിലും വരാം. $2,000 years later. മാലിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഗൈസ്. പറയൂ. ഓക്കെ പറയൂ. പറഞ്ഞോളൂ. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. വേറൊന്നല്ല. ഹായ് ഗൈസ്. നീരസിന്റെ ഗ്രാൻഡ്സ് സ്റ്റുഡിയോ ഇല്ലേ അതിന്റെ അവിടെ. ഹായ് ഗൈസ്. ഹായ് പറയാനല്ലോ. ഹായ് പറയാനാണ് ഞങ്ങൾക്കും പറയാം അല്ലേ. ഞങ്ങളിപ്പോ എല്ലാവരും 5 പേരും കൂടെ ഒരു കാറിലാണ് പോയിക്കൊണ്ടിരിക്കണേ. ആ കാറിന്റെ ബാക്കിൽ ഒരു പാവയുണ്ട്. അതെ 2 3 എണ്ണുണ്ട്. ഇത് ഞങ്ങളുടെ കൊറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. കാർ എടുത്തിട്ട് എവിടെയെങ്കിലും പോവാ, എല്ലാവരും കൂടി മീറ്റ് ചെയ്യാ, ഷെയർബാനെ കാണാം. സനു ഈസ് ബാക്ക്. അത് ഒരു ഡബിൾ മീനിങ് ഉണ്ട് കേസ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അതെ ഇന്നത്തെ നമ്മുടെ ഡ്രൈവർ ചന്ദന. ഹായ്. ഇനി ഒന്നുകൂടി ഹായ്. ഹായ് അച്ചോ. ഹായ്. Guys, Sanu is back from Kollam. അപ്പൊ ഇതൊരു തുടക്കം മാത്രം. ഇനി ഇവിടെ ഞങ്ങൾ മൂന്നാർക്കാണ്. ഞങ്ങൾ ഇനി ഞം പോവാണ്. നമ്മൾ അവിടെ നിന്ന് നേരത്തെ പോണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 2 റീൽ എടുക്കാനായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ നിന്നു. അപ്പൊ ഇനി ഞങ്ങൾ തീരെ അവസ്ഥയായിട്ടാണ് പോകുന്നത്. പുതിയ ഹോട്ടൽ ഗ്രാൻഡ്സ് സ്റ്റുഡിയോയുടെ അടുത്ത് വീനസ് എന്ന് പറഞ്ഞിട്ട്. സോ അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഓക്കെ വീനസ്. ആ അങ്ങനെ അതിന്റെ പേര്. സോ ഗൈസ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാനിവിടെ ഏകദേശം ഒരു സ്ഥിരം കസ്റ്റമറായി മാറി തുടങ്ങുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഫുഡും നല്ലതാണ്, അപ്പോൾ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിതാ പിന്നെ ഫാത്തീനായിട്ട് വീഡിയോ കോൾ ചെയ്യുക. ഫാത്തി കല്യാണം കഴിഞ്ഞിട്ട് അയർലൻഡിലേക്ക് പോയല്ലോ, അപ്പോൾ അതിൽ പിന്നെ ഒന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഫാത്തിക്ക് വാവയുണ്ടായി. അപ്പോൾ വാവയുടെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായി. പക്ഷേ നാട്ടിൽ അവരെത്താത്ത കാരണം നമുക്ക് വാവേനെയും ഇതുവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിതാ വീഡിയോ കോൾ ആദ്യമായിട്ട് വീഡിയോ കോൾ വിളിച്ച് കാണുകയാണ്. അല്ല വേണ്ട ചേട്ടാ. പുതിയ ഐറ്റമാണ് അൽഫാം ബിരിയാണി. ഗൈസ് നോക്കൂ ഗൈസ്, പാവം ചേട്ടൻ ഞാനിവിടെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കണുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇതാ അറേഞ്ച് ചെയ്ത് വെച്ച് തരാണ്. പുള്ളിയുടെ കയ്യിലുള്ള ട്രേ ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ചുമ്മാ ഇങ്ങനെ അറേഞ്ച് ചെയ്യാമല്ലോ നമുക്ക്. ഇത് ആ ചേട്ടൻ തന്നെ കഷ്ടപ്പെട്ടെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതാ നമ്മളിതൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ ബിരിയാണി ആക്ച്വലി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, പീസസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണി 2 പേർക്കായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പറഞ്ഞാൽ മതി. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഫുഡ് കഴിച്ചു, ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ മാലിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.